ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന പുതിയ ട്യൂട്ടോറിയൽ ലിബ്രിയോഫീസ് കാൽക്ക് എന്ന ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഈ ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് എന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സ്ക്രീനിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കിപ്പോൾ കുറച്ച് കുട്ടികളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു രജിസ്റ്ററിൽ സ്കൂളിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് ഹെഡിങ്ങൊക്കെ എഴുതിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ കോളംസൊക്കെ വരച്ച് ഓരോ കോളത്തിനും സീരിയൽ നമ്പർ, നെയിം, ഹൗസ് നെയിം എന്നൊക്കെ കൊടുത്തിട്ടായിരിക്കും സാധാരണ മാനുവലായിട്ട് നാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള കോളം റോ വർക്കുകൾ അല്ലെങ്കിൽ ടേബിൾ വർക്കുകൾ, കോളം റോയും കൂടെ ചേരുന്ന ആ വർക്കുകളെ നമ്മൾ ടേബിൾ വർക്കുകൾ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കോളം റോ വർക്കുകൾ നാം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നാം ഒരിക്കലും ചിന്തിക്കരുത് ഇതിന് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, മറ്റു നിരവധി ഫീച്ചേഴ്സുകൾ നമുക്ക് ലിബ്രിയോഫീസ് കാൽക്കിൽ ചെയ്യാം. അടുത്തതായി നമുക്ക് സമാനമായ രീതിയിൽ ഞാൻ മറ്റൊരു വർക്ക് ഞാൻ പരിചയപ്പെടുന്നു. ഇതാണെങ്കിൽ കുട്ടികളുടെ ഗ്രേഡ് ലിസ്റ്റ്. നമുക്ക് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ് ഗ്രേഡ് ലിസ്റ്റുകൾ. കുട്ടികളുടെ പേരും വിവിധ വിഷയങ്ങളും എഴുതി അവരുടെ ഓവറോൾ ഗ്രേഡൊക്കെ. ഇതും ഒരു കോളം റോ വർക്കാണ്. മറ്റൊരു വർക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇവിടെ ഞാൻ ഒരു സ്കൂളിൻ്റെ ഇതൊരു സാമ്പിൾ ഡീറ്റെയിൽസ് ആണ്. ക്ലാസ് ലൈബ്രറി ബുക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡ് ട്രീയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ബുക്സ് നെയിം ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ബുക്ക് 1, ബുക്ക് 2 എന്നൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഇത്തരത്തിലുള്ള വർക്കുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ ഈസി ആയിട്ടുള്ളതും ഫെമിലിയറുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിന് ധാരാളം അഡ്വാൻറ്റേജ് വളരെ മാനുവലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ സാധാരണ രീതിയിൽ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകൾ ഒരുപക്ഷെ ഇവിടെ സീരിയൽ നമ്പർ, നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ്, പിൻ, ഡിസ്ട്രിക്റ്റ് ഒക്കെ നമ്മൾ ഒരു ബുക്കിലാണ് വരച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ബുക്കിൽ വരച്ച് ചെയ്തിട്ട് നിങ്ങൾ 10 പേരുടെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയെന്നും വിചാരിക്കുക. പെട്ടെന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഇവിടെ ഈ നെയിം, ഹൗസ് നെയിമിൻ്റെയും പ്ലേസിൻ്റെയും ഇടയ്ക്ക് ഒരു ചെറിയൊരു കോളം കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഉണ്ട് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ബുക്കിലാണ് നമ്മൾ വരച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ മാർക്കേ ഉള്ളൂ, അത് മാറ്റി വേറെ ചെയ്യുക എന്നുള്ളത്. എന്നാൽ നമുക്ക് ഇവിടെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു കോളം ഇവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. സപ്പോസ് നമുക്കിവിടെ ഒരു പുതിയൊരു ടൈറ്റിൽ കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കൂടിപ്പോയെങ്കിൽ നമുക്ക് ഈ കോളം നിങ്ങൾക്ക് അതിനെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് സൂചിപ്പിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന ഒരു വർക്കിൽ, ബുക്കിൽ എഴുതുന്ന ഒരു വർക്കിൽ 10 കുട്ടികളുടെ ഡീറ്റെയിൽസ് എഴുതുകയും 4ാമത്തെ കുട്ടിക്ക് ശേഷം മറ്റൊരു കുട്ടിയാണ് വരേണ്ടതെങ്കിൽ നമുക്കത് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നമുക്ക് അവിടെ എറേസർ ഉപയോഗിച്ച് അഴിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റി പുതിയതൊന്നിനും ചേർക്കുകയോ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഇടയ്ക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും എന്തു ചെയ്യാം, നമുക്ക് കൂട്ടിച്ചേർക്കാനും അവിടെ ഡീറ്റെയിൽസുകൾ എൻറ്റർ ചെയ്യാനും നമുക്ക് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലിബ്രിയോഫീസ് കാൽക്ക്. അതുകൂടാതെ തന്നെ ധാരാളം ഇതിനകത്ത് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വളരെ സ്റ്റൈലായിട്ടും കളർഫുള്ളായിട്ടും നമുക്കിതിനെയൊക്കെ വളരെ നല്ല രീതിയിൽ കളറൊക്കെ കൊടുത്ത്, നല്ല രീതിയിൽ അതിന് ഒരു കളർ കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള നല്ല ഒരു ഔട്ട്ലുക്കോട് കൂടി നമുക്ക് ഈ ഒരു വർക്കിനെ മാറ്റിയെടുക്കാനും നമുക്ക് ഇത്തരത്തിലുള്ള നിരവധി കാര്യം, ഇത്തരത്തിലുള്ള കോളം റോ വർക്കുകൾക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബെസ്റ്റ്
ലേറ്റസ്റ്റ് ആപ്ലിക്കേഷനാണ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വർക്ക് സാമ്പിളായിട്ട് ഒരു വർക്ക് എങ്ങനെ ചെയ്യുന്നതായിട്ട് എങ്ങനെ നമുക്കതിനകത്ത് ഈ ആപ്ലിക്കേഷൻ എടുക്കാം, ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്കൊരു സാമ്പിൾ വർക്ക് നമുക്ക് ചെയ്യാം, അതിനെ എങ്ങനെ ടൈറ്റിൽസൊക്കെ സൈസ് കൂട്ടി അതിൻ്റെ കളറൊക്കെ കൊടുത്ത് ആവശ്യാനുസരണം ഒരു നല്ലൊരു ഔട്ട്ലുക്കോട്ട് മാറ്റുന്ന രീതി ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ലിബ്രെ ഓഫീസ് കാൽക്ക് എടുക്കുന്നതിനായി ആപ്ലിക്കേഷൻ ഓഫീസ് എന്ന ഗ്രൂപ്പിനകത്താണ് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓഫീസ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ഇതാണ് ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ എഴുതിയിരിക്കും അൺടൈറ്റിൽഡ് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് കാണും. തൊട്ട് താഴെയായിട്ട് വിവിധ മെനൂസിൻ്റെ ഒരു മെനു ബാർ കാണും. ഫയൽ മെനു, എഡിറ്റ്, അങ്ങനെ നിരവധിയായ ഫീച്ചേഴ്സുകൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള മെനൂസ് ഇവിടെ ഉണ്ട്. തൊട്ട് താഴെ ഈ മെനുവിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് വളരെ ഷോർട്ട് കട്ടിൽ എടുക്കാൻ വേണ്ടിയുള്ള ടൂൾ ബാർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാറുകളാണ് ഇവിടെയുള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറയും. തൊട്ട് താഴെ ഇത് ഫോർമാറ്റിങ്ങിന് വേണ്ടിയുള്ള ടൂൾ ബാറുകളാണ്. ബോൾഡ് ചെയ്യാനും കളർ കൊടുക്കാനും സൈസ് മാറ്റാനും. ഓരോ ടൂൾ ബാറിൻ്റെയും ടൂൾസിൻ്റെ അടുത്ത് നമ്മൾ മൗസ് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫംഗ്ഷൻ അവിടെ എഴുതി കാണിക്കും. ഇത് ബോൾഡ് ചെയ്യാനാണ്, ഇത് ഇറ്റാലിക് ചെയ്യാൻ വേണ്ടിയാണ്, ഇത് അണ്ടർലൈൻ ചെയ്യാനാണ്, ഇത് ഫോണ്ടിൻ്റെ കളർ മാറ്റാനാണ്, ഇത് കളർ നമ്മുടെ വർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കളർ കൊടുക്കാനാണ്. ഇങ്ങനെ നിരവധി ടൂൾസുകൾ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. കോളം നെയിമിനെ ആൽഫബറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. താഴെ 1, 2, 3 എന്ന് പറയുന്ന റോസ് ആണ്, അതായത് 1, 2 ഇങ്ങനെ റോസ് ആണ്. നമുക്കൊരു കോളത്തിൻ്റെ ടൈറ്റിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. അതുപോലെ തന്നെ റോ സെലക്ട് ചെയ്യണമെങ്കിൽ ആ റോയുടെ നമ്പറിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. ഓക്കെ, അല്ലാതെ നമ്മൾ മൗസ് വെച്ച് ഈ ഒരു സിംഗിൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത് അതിന് പറയുന്നത് സെൽ എന്നാണ് പറയുന്നത്. ആക്ച്വലി അതായത് ഡി എന്ന കോളത്തിൽ 4th റോയിലുള്ള ഒരു സെല്ലാണ്. അപ്പോൾ അതായത് ഒരു കോളവും ഒരു റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷനെ പറയുന്നത് സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ലിബ്രെ ഓഫീസ് കാൽക്കിൻ്റെ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഈ ഷീറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിനെ പറയുന്നത് മുഴുവനും പറയുന്നത് ഷീറ്റ് എന്നാണ്. ഇവിടെ കണ്ടാലറിയാം ഷീറ്റ് 1. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് 1ാമത്തെ ഷീറ്റിലാണ്. ഈ ഷീറ്റ് നിറയെ നിരവധിയായ കോളംസും റോയും. കുറച്ച് മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രജിസ്റ്റർ ബുക്കിൽ കോളവും റോയും കൂടിയുള്ള ഒരു ബുക്കിൻ്റെ ഒരു ഷീറ്റ് പേപ്പർ എന്നൊരു കൺസെപ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ കോളംസും റോയോട് കൂടിയ ഒരു ഷീറ്റ്, വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഷീറ്റ് എന്ന് നിങ്ങളിപ്പോൾ കാണുന്നത് 1ാമത്തെ ഷീറ്റാണ്. ഇതവിടെ കാണുന്നത്. നമുക്കിതിനകത്ത് പ്ലസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ ഷീറ്റ്, വീണ്ടും ഷീറ്റ് അഡീഷണലായിട്ട് ഇങ്ങനെ നമുക്ക് ഈ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത ഷീറ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ ഷീറ്റിലാണ്. ഒരു കോളവും ഒരു റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്തെ സെല്ലെന്നാണ് പറയുന്നത്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സുണ്ട്. ആ സെല്ലിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത് കോളത്തിൻ്റെയും റോയുടെയും പേരുകൾ വച്ചാണ് അതിന് സെൽ അഡ്രസ്സ് കിട്ടുന്നത്. ഇപ്പോൾ നിൽക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് ഡി എന്ന കോളവും 5 എന്ന റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഈ സെല്ലിൻ്റെ അഡ്രസ്സ് ഇവിടെ കാണാം, സെൽ അഡ്രസ്സാണ്, D5 ആണ്. നമുക്ക് നിശ്ചിതമായി ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് ഒരു സ്കൂളിൻ്റെ പേര്, ആ സ്കൂളിൻ്റെ പേര്, അതിൻ്റെ അഡ്രസ്സും സ്കൂളിൻ്റെ സ്ഥലപ്പേരും വെച്ചതിന് ശേഷം അഡ്രസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4ാം ക്ലാസ്സിലെയോ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ അഡ്രസ് ഡീറ്റെയിൽസാണ് എനിക്ക് ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടതെങ്കിൽ നമുക്ക് ആദ്യം സ്കൂളിൻ്റെ പേര് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓണാക്കുക. നമ്മൾ ഏത് സെല്ലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെല്ലിൽ സ്ട്രൈറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. സെൻറ്റ് പീറ്റേഴ്സ് HS അല്ലെങ്കിൽ സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ പൂവാർ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്യുക. തൊട്ട് താഴെയുള്ള സെല്ലിൽ ഞാനിപ്പോൾ അയക്കുന്നു നെയ്യാറ്റിൻകര BRC. അതിൻ്റെ തൊട്ട് താഴെ തിരുവനന്തപുരം.
ഓക്കെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടൈറ്റിൽസിൻ്റെ ഭാഗമായിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ എഴുതാം. ആദ്യത്തെ സെല്ലിൽ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു, രണ്ടാമത്തെ സെല്ലിൽ വെച്ച് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇതിൽ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഈ വർക്കിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കണമല്ലോ. അഡ്രസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ്. അത് ഞാൻ എഴുതിയിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് സ്റ്റാൻഡേർഡ് 10 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ 10A എന്ന് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് വർക്കാണ്, ഇത് കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ തോന്നും. നമുക്കിതിനെ ഭംഗിയായിട്ട് എടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കൂളിൻ്റെ പേര് കൊടുത്തു, അത് മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ കൊടുത്തു, നമ്മുടെ വർക്കിൻ്റെ ടൈറ്റിൽ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഫോർമാറ്റിൽ വരേണ്ടത് സീരിയൽ നമ്പർ എന്നാണെങ്കിൽ ഒന്നാമത്തെ ഈ ഒരു സെല്ല് അത് കോളം തിരിച്ച് തന്നെ എഴുതണം. ഈ കോളത്തിൽ സീരിയൽ നമ്പർ കൊടുക്കുക, ഇവിടെ നെയിം എന്ന് കൊടുക്കുന്നു, ഇവിടെ ഹൗസ് നെയിം എന്ന് കൊടുക്കുന്നു, ഇവിടെ പ്ലേസ് കൊടുക്കുന്നു, അടുത്ത സെൽ പോസ്റ്റ് കൊടുക്കുന്നു, അടുത്ത സെൽ പിൻ കോഡ് കൊടുക്കുന്നു, ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കുന്നു. അതായത് നമ്മുടെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് എത്ര കോളമാണോ ഇതിനകത്ത് വേണ്ടത് അത് നമ്മുടെ ചോയ്സാണ്. നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിച്ചപ്പോൾ സീരിയൽ നമ്പർ കൊടുത്തു, നെയിം കൊടുത്തു, ഹൗസ് നെയിം കൊടുത്തു, പ്ലേസ് കൊടുത്തു, പോസ്റ്റ് കൊടുത്തു. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓരോന്നും ഓരോ സെല്ലുകളിലായിട്ട് തന്നെ പ്രത്യേകം ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ ഹൗസ് നെയിം ടൈപ്പ് ചെയ്തപ്പോൾ മുഴുവനായിട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അടുത്ത ടൈപ്പ് ചെയ്തപ്പോൾ മറ്റത് അത് ആക്ച്വലി അവിടെ തന്നെ ഉണ്ട്. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ നോക്കിയാൽ അതിലെ ഫുൾ കണ്ടൻറ്റ് ഇവിടെ മുകളിൽ കാണാം. അതുകൊണ്ട് അത് നമുക്ക് ഫുൾ കണ്ടൻറ്റായി തിരിച്ചു വരുത്തുകയും ചെയ്യാം. അതിന് ആവശ്യമായ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കോളമായിട്ട് നമ്മൾ എത്ര കോളമാണോ ഈ വർക്ക് തിരിക്കുന്നത് അതിനനുസരിച്ച് ഓരോ ടൈറ്റിൽസ് കൊടുത്തു, ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്കറിയാം നമ്മുടെ സീരിയൽ നമ്പറിന് ഈ കോളത്തിന് ഇത്രയും വലുപ്പത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കോളത്തിന് ഇത്രയും വീതിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കോളമാണോ വീതി കുറയ്ക്കേണ്ടത് അവിടെ മൗസ് ആ കോളത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് വരുമ്പോൾ മൗസ് പെട്ടെന്നൊരു ഷേപ്പ് മാറും. ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അതിൻ്റെ വിഡ്ത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആവശ്യാനുസരണം. എനിക്കിത്രയും മതി. എന്നാൽ ഒരു പേര് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ വിഡ്ത്ത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ആ കോളത്തിൻ്റെ റൈറ്റിൽ ടോപ്പിൽ ഇവിടെ വെച്ചൊന്നും ഇതാക്കാനൊന്നും പറ്റത്തില്ല. ആ കോളത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ ഡി എന്ന കോളത്തിൻ്റെ വലത് ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് വീതി നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇത്രയും മതിയാണെങ്കിൽ വീണ്ടും കൂട്ടണമെങ്കിൽ ഇതായിരിക്കാം. കൂടിപ്പോയെങ്കിൽ നമുക്ക് വീണ്ടും കുറയ്ക്കാം. ഹൗസ് നെയിം ഇതുപോലെ നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ പ്ലേസ് നമ്മൾ സ്ഥലത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ആവശ്യം വിട്ട് കൊടുക്കുന്നു, പോസ്റ്റ് കൊടുക്കുന്നു, പിൻ കോഡിന് ഇത്ര സ്പേസ് മതിയെങ്കിൽ അത്രയും മതി, ഡിസ്ട്രിക്ട് കൊടുക്കും. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ശരിക്കും ചെയ്തത് നമ്മൾ ആദ്യം പ്ലെയിനായിട്ട് ഓരോ കോളം ഹെഡിങ്ങുകൾ കൊടുത്തതിന് ശേഷം ഓരോ കോളത്തിനും നിശ്ചിതമായിട്ടുള്ള വിഡ്ത്തുകൾ സെറ്റ് ചെയ്തു. വിഡ്ത്തുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ആ കോളത്തിൻ്റെ മുകളിൽ വലത് ഭാഗത്തായി നമ്മൾ മൗസ് കൊണ്ടുപോകുമ്പോൾ ഷേപ്പ് മാറുന്നു. ക്ലിക്ക് ചെയ്തിട്ട് കുറയ്ക്കാനും കൂട്ടാനും ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ വർക്കുമായി ബന്ധപ്പെട്ടുള്ള വിഡ്ത്തുകൾ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വർക്ക് സീരിയൽ നമ്പറിൽ തുടങ്ങി ഡിസ്ട്രിക്റ്റിൻ്റെ ഇത്രയും ഇതിലാണ് നമ്മുടെ വർക്കുകൾ നിൽക്കുന്നത്. അതായത് സി എന്ന കോളം മുതൽ എച്ച് എന്ന കോളത്തിനകത്താണ് നമ്മുടെ വർക്കുകൾ ഒതുങ്ങി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് അപ്പോൾ തന്നെ ഈ മുകളിൽ കൊടുക്കുന്ന ടൈറ്റിൽസുകൾ ഈ സി എന്ന കോളത്തിൻ്റെയും എച്ച് എന്ന കോളത്തിൻ്റെയും സെൻറ്ററുകളിലായിട്ടാണ് ഈ 3 ടൈറ്റിൽസും സെൻറ്റ് പീറ്റേഴ്സ് ഹൈസ്കൂൾ പൂവാർ എന്ന് പറയും. കാരണം നമ്മളെപ്പോഴും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിൻ്റെ സെൻട്രലായിട്ടായിരിക്കണം ടൈറ്റിലുകളൊക്കെ എല്ലാം നിൽക്കേണ്ടത്. അപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റിലുകളെ നമ്മുടെ വർക്കിൻ്റെ സെൻട്രൽ ആക്കി മാറ്റുക എന്നുള്ളത്. അതിനുവേണ്ടി സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇവിടെ വെച്ചാണ് ടൈപ്പ് ചെയ്തത്. ഇത് തൊട്ട് ഏതുവരെയാണോ നമ്മുടെ വർക്ക് വരുന്നത് ആ കോളം വരെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ സിമ്പിളായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് വെറുതെ ഫ്രീ ആയിട്ട് വലത്തോട്ട് പോയാൽ മതി, സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ടൈറ്റിലിൻ്റെ കണ്ടൻറ്റിൻ്റെ ഏരിയ സി മുതൽ
ഐ വരെയുള്ള ഭാഗം വരെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ടൂള് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മെർജ് ആൻഡ് സെൻറ്റർ സെൽസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ടൂളിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഇത്രയും പോർഷൻ്റെ സെല്ലുകളെ മെർജ് ചെയ്ത് ഈ കണ്ടൻറ്റിനെ സെൻറ്റർ ആക്കാൻ വേണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ 1 2 3 4 5 6 7 സെല്ലായിരുന്നതിനെ മെർജ് ചെയ്ത് ഒറ്റ സെല്ലാക്കി. നിങ്ങളിപ്പോൾ നോക്കിയാൽ ഇവിടത്തെ പോലെ അല്ല. ഇവിടെയാണെങ്കിൽ 1 2 3 4 5 6 7 സെല്ലുകളായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതെന്തായി? ഈ 7 സെല്ലുകളെയും മെർജ് ചെയ്ത് സെൻറ്ററാക്കി, മെർജ് ചെയ്യുകയും അതിലെ കണ്ടൻറ്റ് സെൻറ്ററാക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ നമ്മളുടെ ടോട്ടൽ വർക്കിൻ്റെ സെൻറ്ററായിട്ടാണ് ഈ കണ്ടൻറ്റ് ഇരിക്കുന്നത്, ടൈറ്റിലായത്. ഇനി അതിൻ്റെ സൈസ് കൂട്ടേണ്ടതുണ്ട്, അത് ചെയ്യാം. തൊട്ട് താഴെ ഇതുപോലെ തന്നെ ഈ നെയ്യാറ്റിങ്കര BRC എന്നുള്ള കാര്യത്തിനെയും സെൻറ്ററാക്കണം. സെൻറ്ററാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ പോലെ ഇതുവരെ. എന്തുകൊണ്ട് ഇതുവരെ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് അവസാനിക്കുന്നത് ഈ പർട്ടിക്കുലർ സെൽ വരെ ഇതുവരെ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഇത്രയും വരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സീരിയൽ നമ്പർ മുതൽ പോസ്റ്റ് ഓഫീസ് എന്ന ആ കോളത്തിൻ്റെ അത്രയും വീതിക്കകത്ത് ഇത് സെൻറ്ററായി മാറും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ വർക്കിൻ്റെ സെൻറ്ററായിട്ടാണ്. ഡിസ്ട്രിക്റ്റിൻ്റെ കോളം വരെയുള്ള ഭാഗത്ത് സെലക്ട് ചെയ്യുക, വീണ്ടും മെർജ് ആൻഡ് സെൻറ്റർ. അപ്പോൾ അതും സെൻറ്ററായി. വീണ്ടും അടുത്ത പോർഷൻ ഇത് തൊട്ട് നമ്മുടെ വർക്കിൻ്റെ ഏരിയ വരെ വലത് ഭാഗം വരെ സെലക്ട് ചെയ്യുക, സെൻറ്ററാക്കുക. വീണ്ടും ഇത്രയും ഏരിയ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ടൈറ്റിൽസിനെയും നമ്മുടെ വർക്കിൻ്റെ സെൻട്രലൈസ്ഡ് ആക്കി ഇത് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിത് ടൈറ്റിലാണ്, മെയിൻ ടൈറ്റിലാണ്. അതിന് വലിപ്പം കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈസ് കൂട്ടാൻ വേണ്ടി ഇതായി ഇവിടെയാണ്. അവിടെ വന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം 20 സൈസിലാണ് വരേണ്ടതെങ്കിൽ 20, നിങ്ങൾക്ക് 26 സൈസിലാണെങ്കിൽ അത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇത് ചെയ്യാം. ബോൾഡ് കുറച്ചുകൂടെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ചെയ്യാം. ഈ ബോൾഡ് ടൂളാണ്. ഇതൊന്ന് ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ചെയ്യാം. അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വര, അത് നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാം. ഇതിന് പർട്ടിക്കുലർ കളർ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കളർ കൊടുക്കാം. അപ്പോൾ ഈ അത്യാവശ്യ ടൂൾ ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടാണ്. സൈസ്, ബോൾഡ്, ഇറ്റാലിക്, അതിൻ്റെ കളറൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കിത് കൊടുക്കാം. പകരം നല്ലൊരു ഗ്രീൻ കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഇറ്റാലിക് വേണ്ട എങ്കിൽ നമുക്ക് ഇറ്റാലിക് ഓഫ് ചെയ്യാം. ഇത്രയും കൊടുത്തു. അതിനുശേഷം വീണ്ടും ഇതിനെ സെലക്ട് ചെയ്തു. ഇതിനും വേറൊരു ഇത്തിരി വലിപ്പം കൂട്ടണമെങ്കിൽ അത് കൊടുത്തു. ബോൾഡ് കൊടുത്തു. ഇതിന് സെയിം കളറാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മുടെ ചോയ്സാണ്. അടുത്ത വീണ്ടും ഞാൻ ഇതിന് കൊടുത്തു. ഇതിനൊരു റെഡ് കളർ എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം സൈസ് മാറ്റിയതിന് ശേഷം ഞാൻ അതിനെ ബോൾഡാക്കി. ഇനി ഓരോ കോളത്തിൻ്റെയും ഹെഡിങ്ങുകളാണ്. കോളത്തിൻ്റെ ഹെഡിങ്ങുകളാകുമ്പോൾ അതിലല്പം വലുപ്പത്തിലായിരിക്കണം, അല്ലെങ്കിൽ അത് കുറച്ച്. അപ്പോൾ നമുക്കത് റെഡിൽ തന്നെ, അല്ലെങ്കിൽ അതൊരു ബ്ലൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഡാർക്ക് കളറാണ്, ഇതാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കാം. കൊടുത്തു. ഇപ്പോൾ നമ്മുടെ വർക്ക് നേരത്തെയുള്ള ആ ഒരു സ്റ്റൈലിൽ നിന്ന് എന്തുമാത്രം മാറ്റം വന്നു. ടൈറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച കളറിലോട്ട് വന്നു, നമ്മൾ ഉദ്ദേശിച്ച വലിപ്പത്തിൽ വന്നു, ഉദ്ദേശിച്ച നിറത്തിൽ വന്നു. ഇപ്പോൾ ഞാൻ വലിപ്പം കൂട്ടിയപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ ഫുള്ളായിട്ട് കാണുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അല്പം കൂടെ വലിപ്പം കൂട്ടുക, ഇത് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്ട്രക്ചർ അതിൻ്റെ ഏകദേശമായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കണ്ടൻറ്റുകൾ ടൈപ്പ് ചെയ്യുക എന്നുള്ള ഒരു ജോലിയാണ് നമുക്കുള്ളത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഔട്ടർ ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾ ഒരു ഫോർമാറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് സീരിയൽ നമ്പർ 1 ഇവിടെ അമീർ പെൻസിൽ പൂവാർ പിൻകോഡ് കൊടുക്കാം. ഡിസ്ട്രിക്ട് TVM തിരുവനന്തപുരം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓരോ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്തതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ, കീബോർഡ് ടാബ് എന്ന് കീ ആണെങ്കിൽ തൊട്ടടുത്ത ഇതിലോട്ട് പോകും. ഞാൻ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത ഇതിലോട്ട് വരും.
ഞാൻ ഇവിടുന്ന് ടാബ് എന്നൊരു കീ ഇവിടെ ഓർത്തിരിക്കണം. ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ ടാബ് കീ അടിച്ച് അടുത്ത സെല്ലിലോട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് മാറും. ഇത്തരത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചില വർക്കുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കുകൾ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രാഥമിക ലെസൺ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഈ വർക്കൊന്ന് ഫെമിലറൈസ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ആപ്ലിക്കേഷൻ എന്ത് ആവശ്യകതയ്ക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സമാനമായ രീതിയിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിബ്രിയോഫീസ് കാൽക്ക് തന്നെ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയലുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.